ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ളൊരു ഭാഗമാണിത്. എന്ത് ഭംഗിയിലാണ് അവർ ആ കിണർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കിക്കുക. ആ ഒരു എസ്തെറ്റിക്സ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ബൊഹീനിയ പിന്നെ ഞാൻ പറയണ്ടല്ലോ, എല്ലാവരും ഒന്ന് തേടി നടക്കുന്ന ചെടിയാണ് ബൊഹീനിയ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ നഴ്സറി ടൂറിൻ്റെ പാർട്ട് 1 പോയി കാണാം. ഞാൻ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾ പാർട്ട് 2 കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തത് അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഒരു നഴ്സറി ടൂറിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. ഇതൊരു ഫേൺ വെറൈറ്റിയാണ്. നമ്മൾ സിർട്ടോമിയം എന്ന് പറയും. ഒരു 35 സ്പീഷീസോളം ഫേൺസിൽ വരുന്ന ഒരു ജീനസാണിത് സിർട്ടോമിയം. നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ നമ്മളുടെ ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, കറി ലീവ്സ്, അതിനോടൊക്കെ വലിയൊരു സാമ്യത നല്ലോണം എനിക്ക് തോന്നി. നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള നല്ല ബുഷിയായിട്ട് വലിയ ചട്ടികളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് സിർട്ടോമിയം എന്ന് പറയുന്നത്. ഇതിൽ ഓരോ കൂമ്പ് നമുക്ക് കാണാൻ പറ്റും. ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫേൺ വെറൈറ്റീസ് പൊതുവേ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ഇരട്ടിപ്പിക്കാൻ ഈസിയാണ്. കാരണം അതിൻ്റെ താഴെ തന്നെ ചെറിയ ചെറിയ തൈകൾ ഉണ്ടാവും. അപ്പോൾ അത് റൂട്ടോട് കൂടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് ഇരട്ടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നഴ്സറിയിലും വെച്ചിരിക്കുന്നത് സെമി ഷെയ്ഡ് ഏരിയാസ് ആണ്. അപ്പോൾ അത്തരം ഏരിയകളിൽ വേണം നിങ്ങൾ വീട്ടിലും വെക്കാനായിട്ട്. ഒരു നല്ല പാം വെറൈറ്റി നോക്കിക്കോളും. ഇത് നിങ്ങൾ ഒരുവിധം എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. അതായത് വലിയ വലിയ ഓഡിറ്റോറിയംസ്, നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഉള്ള വീടുകളിലൊക്കെ ഒരു റോയൽ റിച്ച് പ്രീമിയം ലുക്ക് കിട്ടണമെങ്കിൽ ഇത്തരം പാംസ് നമുക്ക് വെക്കാവുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും. ഒരു സിംഗിൾ പീസ് വെച്ചാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ മെലസ്റ്റോമ ടൈം അല്ല, പക്ഷേ എങ്കിൽ കൂടി കുറച്ചൊരു 4-5 മെലസ്റ്റോമയുടെ തൈകൾ കാണാം. ഇത് ആ ലൈറ്റ് പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ. മെലസ്റ്റോമ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പക്ഷേ എനിക്ക് വീട്ടിൽ ഒരുപാട് മെലസ്റ്റോമകളുണ്ട്. അത് ആ ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഒരു വേരിയൻറ്റും കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ബേബി പിങ്ക് ഷെയ്ഡ് വരുന്നതാണ്. പെട്ടെന്ന് പിടിക്കും ചെയ്യും കേട്ടോ. ഇവിടെ ഈ ഒരു നഴ്സറിയിൽ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല വെറൈറ്റി ഫ്രൂട്ട്സ്. ഇത് അബിയു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഫ്രൂട്ട് നമ്മളെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. വൈറ്റമിൻ സിൻ്റെ ഒരു കലവറയാണ്. വൈറ്റമിൻ എ, അതുപോലെ വൈറ്റമിൻ B3, നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. തെച്ചിയുടെ കുറച്ച് പ്ലാന്റ്സ് കാണാം. അതുപോലെ പ്ലാവ് മെയിനായിട്ട് പറയണം. ഇപ്പോൾ വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കായ്ക്കുന്ന ഒരുപാട് തരത്തിലുള്ള പ്ലാവുകൾ നല്ല ട്രെൻഡിങ് ആണ്. എല്ലാവരും വീടുകളിൽ വെക്കുന്നുമുണ്ട്. ഇവിടെ ഈ ഒരു സെക്ഷനിൽ നല്ല ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ പറ്റിയ നല്ല ചെടികളാണ്. ഇതൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തണം കേട്ടോ. ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, ആ സ്റ്റെമ്മ് താഴെ അങ്ങനെ നിർത്തിയിട്ട് മേലെ ഒരു അംബ്രല്ല ടൈപ്പിൽ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ നമ്മളുടെ ഗ്രാസ്, ഇത് ഓരോ പാച്ചസ് നമ്മൾ വെക്കുകയാണ് ചെയ്യുക ലോണൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. എല്ലാ പ്ലാന്റ് ലവേഴ്സും ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ബൊഹീനിയ പ്ലാന്റ് ആണിത്. ഓറഞ്ച് ഓർക്കിഡ് വൈൻ എന്നൊക്കെ പറയും. ഇത്രയൊന്നും അല്ല കേട്ടോ പൂക്കൾ. ഇതിന് ട്രൈ കളേഴ്സാണ്. 3 തരത്തിലുള്ള പൂക്കളായിട്ടാണ് ഇത് ഉണ്ടാവുക. നല്ല റേറ്റ്, അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രീമിയം പ്ലാന്റ് ആണ്. പക്ഷേ പൂവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരൊറ്റ പ്ലാന്റ് മതി. നമുക്ക് നമ്മളുടെ ഗാർഡൻ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയാണ്. അത്രയും പൂക്കളിടും. മെയിൻ്റനൻസ് ഒന്നും ഒരുപാട് വേണ്ട. ഒരു മങ്ങിയ യെല്ലോ, അതുപോലെ ഓറഞ്ച്, പിന്നെ ഒരു റെഡിലോട്ടുള്ളൊരു ഷിഫ്റ്റ്, ഇങ്ങനെ എല്ലാം കളേഴ്സുമായിട്ടാണ് നിൽക്കുക. പക്ഷേ ഇത് വാങ്ങുന്നത് എന്തുകൊണ്ടും വർത്താണ്. നമ്മളുടെ പൈസ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത് വാങ്ങിയോണ്ട് പൈസ പോയി എന്നുള്ളൊരു ഫീലിംഗ് വരില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നമ്മളുടെ ഗാർഡൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കും. നല്ല ബ്രൈറ്റ് സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട പ്ലാന്റാണ്. ഞാനൊരിക്കൽ ഈ ഒരു നഴ്സറി നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ തന്നെ നല്ല സമ്മറിൽ, നമ്മളുടെ പീക്ക് സമ്മർ വെയിൽ കാലത്തൊന്ന് വന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു നഴ്സറിയുടെ മൊത്തം ലുക്ക് തന്നെ ബൊഗെയിൻവില്ലാസ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ബൊഗെയിൻവില്ലാസിൻ്റെ ടൈമല്ല. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന ചട്ടി ഫുള്ള് ബൊഗെയിൻവില്ലാസിൻ്റെ ചെറിയ ചെറിയ കുമ്പുകളാണ്. അത് അവർ ഇപ്പം തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം നമുക്ക് പൂക്കളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുറേ പാം വെറൈറ്റീസ് ഉണ്ട്. പാം വെറൈറ്റീസ് ഇവർ ഈ നഴ്സറിയിൽ ചെയ്ത പോലെ ഇതേപോലെ വലിയ വലിയ ഗ്രോ ബാഗ്സിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലത്ത് പ്ലെയിൻ ആയിട്ട് വെക്കാം. നിലത്ത് വെക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. കാരണം അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങൾക്കൊക്കെ. ഇവിടെ ദാ കുറേ
മാവിൻ്റെ വെറൈറ്റീസ്. മാവ് ഇഷ്ടം പോലെ വേരിയൻസ് ഉണ്ട്, നമുക്ക് തന്നെ അറിയാം. ഒരുപാട് പേര് നഴ്സറിയിൽ വരുന്നത് പല എയിമോട് കൂടിയായിരിക്കും. ചിലവർക്ക് പൂക്കൾ, ചിലവർക്ക് ഇലച്ചെടികൾ, ചിലവരുടെ ഫോക്കസ് ഫ്രൂട്ട്സ് ആയിരിക്കും. ഇപ്പോൾ ഇത് കാലാപ്പാടി മാംഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇങ്ങനെ ഒരുപാടുണ്ട് നഴ്സറിയുടെ ആ ഒരു സെക്ഷൻ. അതിലോട്ട് നമ്മൾ പോവുകയാണ്. അവിടെയൊക്കെ ഇനി ഒരുപാട് ഇത്തരം ഫ്രൂട്ട്സ് വെറൈറ്റീസിൻ്റെ ഒരു സെക്ഷനാണ്. കാരണം ഒരു സൈഡ് ഫ്രൂട്ട്സും ഒരു സൈഡ് നല്ല ലീഫി ആൻഡ് പൂക്കളായിട്ടുള്ള പ്ലാന്റ്സ്, അങ്ങനെയാണ് ഇവർ ഈ നഴ്സറി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ബനാന സപ്പോട്ട എന്ന് പറയുന്നിട്ട് നല്ല തടിയും വണ്ണമുള്ള സപ്പോട്ട വെറൈറ്റീസാണ്. അതുപോലെ ഗുവ, പേരയ്ക്കയിൽ തന്നെ 2 വെറൈറ്റീസ് ഓഫ് പേരയ്ക്ക ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തായ്വാൻ പിങ്ക് ഗുവ, അതായത് നല്ല സ്ട്രോബെറിയുടെ ആ ഒരു പിങ്ക്, ആ ഒരു കളറിലുള്ള നല്ല മധുരമുള്ള തായ്വാൻ പിങ്ക് ഗുവയാണ്. അതിൻ്റെ ഇല നോർമൽ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. അപ്പുറത്ത് കാണുന്ന ഒരു ഗ്രേപ്പ് വൈൻ കളർ, ഒരു ലൈറ്റ് ബ്രൗണിഷ് വരുന്ന ഒരു വെറൈറ്റി ഓഫ് പേരയ്ക്കയാണത്. ആർക്ക കിരൺ റെഡ് ഗുവ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല മധുരമുള്ള നല്ല വെറൈറ്റി ഓഫ് പേരക്കകളാണ്. പേരക്കയുടെ ഇല നമ്മൾ എണ്ണയൊക്കെ കാച്ചാൻ വളരെയധികം ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു ഫ്രൂട്ടാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാറ്റ്സ് ക്ലോ കാണാം. കാറ്റ്സ് ക്ലോ നല്ല ചെറിയ തൈയായി നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്നൊക്കെ കാറ്റ്സ് ക്ലോ ഒരു ട്രെൻഡിങ് സംഭവമാണ്. എല്ലാവരും ചെറിയ തൈ കൊണ്ട് വെച്ചിട്ട് നല്ല ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വളർത്തുന്ന ഒരു പ്ലാന്റാണ്. ടാമറിൻഡ്, പുളി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ റംബൂട്ടാനിൽ തന്നെ മഞ്ഞ റംബൂട്ടാനും ഉണ്ട്, അതുപോലെ ചുമപ്പ് റംബൂട്ടാനുണ്ട്. സീഡിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുന്ന ടൈപ്പ് ഉണ്ട്, വിട്ട് കിട്ടാത്ത ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ടൈപ്പും ഉണ്ട്. റംബൂട്ടാനൊക്കെ നമ്മളുടെ ഇന്ത്യൻ ക്ലൈമറ്റിന് ഏറ്റവും പറ്റിയൊരു ഫ്രൂട്ടാണ്. അതായത് എൻ്റെ വീട്ടിലും ഉണ്ട്, ഞാനും വെച്ചിട്ടുണ്ട്. റെഡും യെല്ലോ ഒക്കെ ഉണ്ട്. എനിക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇവിടെ നമുക്ക് കുറച്ച് അഡീനിയം കാണാം. ഇപ്പോൾ അഡീനിയത്തിൻ്റെ ടൈം അല്ല. പിന്നെ കുറച്ച് പാം വെറൈറ്റീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറയും, അതായത് ഒരു മാൻഡറിൻ ഓറഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. കെലാമൻഡിൻ പ്ലാന്റ് എന്നും പറയാറുണ്ട് ഇതിനെ. നല്ല ഷോർട്ടായിട്ട് ഒരുപാട് കായകൾ തരുന്ന ഒരു ഓറഞ്ച് ടൈപ്പാണിത്. നല്ല ടേസ്റ്റുമാണ്. ദിവസം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഡയറക്റ്റായിട്ട് നല്ല സൂര്യവെളിച്ചം കിട്ടേണ്ട ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണിത്. ഇതിൻ്റെ ഒരു ടൈമാണ് ഇപ്പോൾ. അധിക നഴ്സറിയിലും നമുക്ക് ഇത് ഒരുപാട് കാണാൻ പറ്റും. ഇവിടെ തന്നെ ഒരുപാട് തൈ വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആ ഒരു ചെറിയ ഗ്രോ ബാഗിൽ വെച്ച പ്ലാന്റിൽ തന്നെ ഒരുപാട് ഓറഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു വലിയൊരു മരമായിട്ടേ ഇത് കായ്ക്കും അങ്ങനെയൊന്നുമില്ല. ഇത് കുഞ്ഞിലേ തന്നെ പൂടുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡിമാൻഡ്. ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് ജാസ്മിൻ്റെ വെറൈറ്റിയാണ്. ഓറഞ്ച് ജാസ്മിൻ എന്നൊക്കെ പറയുന്ന, നമ്മൾ മരമുല്ല എന്നൊക്കെ പറയും. നല്ല തൂവെള്ള കളറിൽ നല്ല കുഞ്ഞു പൂക്കൾ ഉണ്ടോ. ഇത്തരം ജാസ്മിൻ വെറൈറ്റി നിങ്ങൾ വീട്ടിൽ വെക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചട്ടിയിൽ വെച്ച് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഇത് നല്ല കറക്റ്റായിട്ട് നല്ല രീതിയിൽ വളരും. എനിക്ക് തോന്നുന്നു പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്ലാന്റാണ് നമ്മളുടെ സ്വന്തം ലോറോപെറ്റാലം. എനിക്കും ഉണ്ട്, എൻ്റെ വീട്ടിലും ഉണ്ട്. ഇത് സീസണൽ ഫ്ലവറിങ് ആണ് കേട്ടോ. ആ ഒരു ഡാർക്ക് പിങ്കിൽ ഇങ്ങനെ കുനുകുനാന്ന് പൂട്ട് നിൽക്കുന്നില്ലേ, സീസണലാണ്. പക്ഷേ പൂട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പ്രൂൺ ചെയ്ത് കൊടുക്കണം, മസ്റ്റാണ്. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് നല്ല ബുഷിയായിട്ട് നമുക്ക് ചട്ടിയിലും ആയാലും നിലത്തായാലും പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിൻ്റെ ഇലകളും പൂക്കളും ഒരേപോലെ ഭംഗി തരുന്ന ആൾക്കാരാണ്. ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നല്ലൊരു ഫാസിനേഷൻ തോന്നിപ്പിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ പേര് കേൾക്കാനും നല്ല കൗതുകകരമായിട്ടുള്ളൊരു പേരാണ്. കുർക്കുമ എന്നാണ് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പേര്. ഇതിൽ തന്നെ പിങ്ക് വെറൈറ്റി ഉണ്ട്, നിങ്ങൾ ഈ കാണുന്ന പോലെ. വേറൊരു മൾട്ടി കളർ, ഒരു പെയിൽ യെല്ലോവും അതിൻ്റെ തുമ്പത്തായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ഒരു വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ലീവ്സ് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നടുവിലൊരു ഡാർക്ക് ബ്രൗൺ കളർ ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ പോലെ പോകുന്നത് കാണാൻ. പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫ്ലവറാണ് നമ്മളുടെ സ്വന്തം ജെറേനിയം. ജെറേനിയത്തിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്, മൾട്ടി കളേഴ്സുമാണ് ഈ ഫ്ലവേഴ്സൊക്കെ. ഓറഞ്ച്, പിങ്ക്, റെഡ്, വൈറ്റ്, അങ്ങനെ ഇഷ്ടം പോലെ നല്ല മൾട്ടി കളേഴ്സുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ജെറേനിയം എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റി കളേഴ്സ്. ഇതിൻ്റെ ഇലകളും കൂടി എടുത്തു പറയണമല്ലോ. നല്ലൊരു ഡിസൈൻ, ഒരു പാറ്റേണിൽ നല്ല ഭംഗിയുള്ള ഇലകളും കൂടിയാണ്. ഈ ജെറേനിയത്തിൽ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ഈ വൈറ്റും അതുപോലെ നടുവിൽ പിങ്കിഷ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഒരുപാട് ബാൽസം വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാൽസത്തിൻ്റെ കെയറിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇതിന് നല്ല വെയിലോ അല്ലെങ്കിൽ നല്ല തണലോ പറ്റില്ല.
സെമി ഷെയ്ഡ് നിങ്ങൾ ഈ സൺറൂഫിൻ്റെ താഴെയൊക്കെ വെക്കുകയാണെങ്കിൽ എന്നാൽ അത്യാവശ്യം ഒരു വെയിൽ കിട്ടും വേണം, അങ്ങനെ ഒരു ഏരിയാസ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ കളേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ഡാർക്ക് പിങ്ക്, അതുപോലെ തന്നെ റെഡ്, ഓറഞ്ച്, അങ്ങനെ ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട്. പിന്നെ ബാൽസം കൂടാണ്ട് നമുക്ക് വിൻക റോസസ് ഉണ്ട്. വിൻക റോസസും നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള വിൻകകൾ ഒരുപാട് വന്നിട്ടുണ്ട്. വിൻകയൊക്കെ സീസണൽ ഫ്ലവറാണ്, അതായത് ഒരു ടിപ്പിക്കൽ മാസങ്ങളിൽ മാത്രം പൂവിടുന്ന ആൾക്കാരാണ് ഈ വിൻക എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങളിങ്ങനെ വീടുകളിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ ഒരു നഴ്സറിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഉള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇത് ഇവിടുത്തെ കിണറാണ്. ഇത് ഇവരുടെ ഈ റിന്യൂവേഷൻ ടൈമിൽ ഈ കിണർ ഫുള്ള് ഇവരൊരു ഗോൾഡൻ മെറ്റാലിക് പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്നാണ് ഇവർ വാട്ടർ സപ്ലൈയും കാര്യങ്ങളൊക്കെ. ഈ നഴ്സറി ഇത്രയും ചെടികൾ നനച്ച് വരണ്ടേ, അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു കിണറിൻ്റെ ആവശ്യം തന്നെ ഉണ്ട്. അപ്പോൾ ഈ കിണറിൽ നിന്നാണ് ഫുൾ ഈ നനയ്ക്കാനുള്ള ഫുൾ വാട്ടർ സപ്ലൈ വരുന്നത്. ഈ കിണറിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയാണ്. ഈ ഒരു സെക്ഷൻ്റെ ഭംഗി കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു നഴ്സറി ബൊഗെയിൻവില്ല സീസൺ ആവുന്ന സമയത്ത് കംപ്ലീറ്റ് കടലാസ് പൂക്കൾ വെച്ച് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതൊക്കെ വളരെ കാലങ്ങളായിട്ട് ഇവരിവിടെ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ബൊഗെയിൻവില്ലയാണ്. ഒരുപാട് ഏജ് ഉണ്ട് കേട്ടോ. ഇത് ഈ ബൊഗെയിൻവില്ല ടൈം ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ ഒരുപാട് ഭംഗിയാണ്. കുറേ ലീഫി പ്ലാന്റ്സ് ഈ സെക്ഷൻസിലും ഉണ്ട്. ഇവിടെ കുറേ സ്പൈഡർ പ്ലാന്റ് ഉണ്ട്. സ്പൈഡർ പ്ലാന്റ് എൻ്റെ വീട്ടിലും ഞാൻ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് പിടിച്ചു കിട്ടും, അതായത് ഒരുപാട് കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നല്ല രീതിയിൽ പിടിച്ചു കിട്ടും. ഇവിടെയും കുറേ ഹെലിക്കോണിയാസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഓറഞ്ചും അതുപോലെ റെഡും എല്ലാം കൂടി മിക്സഡ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വൃത്തി തന്നെയാണ് കേട്ടോ. ഈ ചെടി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വർക്കേഴ്സ് ഉണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അവർക്ക് പണി എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. നമ്മൾ വിചാരിക്കും ഈസിയാണ് ചെടി വൃത്തിയാക്കുക, അതിന് ഇൻ ബിറ്റ്വീനൊക്കെ ക്ലീൻ ചെയ്ത് ഭംഗിയാക്കുക എന്നുള്ളത്. പക്ഷെ ഒട്ടും ഈസി ആയിട്ടുള്ള ജോബല്ല. കാരണം എന്നും ഇത് ക്ലീൻ ചെയ്താൽ മാത്രമേ ഇത്രയും നീറ്റായിട്ട് ഇവർക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. ഈ സെക്ഷൻസൊക്കെ ഫുൾ ഇനി കുറച്ച് ക്രോട്ടൺസിൻ്റെ വെറൈറ്റീസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ക്രോട്ടൺ വെറൈറ്റിയാണ്, മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള, പക്ഷേ എങ്കിൽ കൂടി കൂടുതൽ പിങ്ക് ഷെയ്ഡിലെ ലീവ്സ് വരുന്ന ഒരു ക്രോട്ടൺ ആണ്. ക്രോട്ടൺ അത്യാവശ്യം എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ അത്യാവശ്യം വെച്ചിട്ടുണ്ട് ക്രോട്ടൺസ്. അവിടെ നമുക്ക് ഗോൾഡൻ സൈപ്രസ് പ്ലാന്റ്സ് കാണാൻ പറ്റും. ഗോൾഡൻ സൈപ്രസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വലിയ വലിയ റിസോർട്ടുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ വീടുകളിലൊക്കെ നമുക്കൊരു പ്രീമിയം റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ പ്ലാന്റ്സ്. പിന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് വെരിഗേറ്റഡ് ടെർമിനേലിയ അല്ലെങ്കിൽ ടെർമിനേലിയ മാൻറ്റാലി വെരിഗേറ്റഡ് വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളുടെ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വെരിഗേറ്റഡ് അല്ലാത്ത പ്ലെയിൻ ഡാർക്ക് ഗ്രീൻ ലീവ്സ് കാണിച്ചിരുന്നു. ഇത് വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതിന് നല്ല റേറ്റാണ്. ഇത് ഒരു അൾട്രാ പ്രീമിയം പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ തൈകൾക്ക് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കോമൺ ആയിട്ട് ഒരുവിധം എല്ലാ വീടുകളിലൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് മരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പ്രൂണിങ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇത് വലുതായിട്ട് പോകുന്നിടത്തോളം അതിൻ്റെ ഭംഗി കൂടും. ഇതിൻ്റെ പേര് ലറ്റൂസ ടപ്പോരി എന്നാണ്. നല്ലൊരു കൗതുകകരമായിട്ടുള്ളൊരു പേരാണ്, നല്ലൊരു പ്ലാന്റ് ആണ്. ഈ സെക്ഷൻസ് ഫുള്ള് ഇവരിഞ്ഞ് ഫുൾ ഫ്രൂട്ട്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് റെഡ് റംബൂട്ടാൻ കാണാൻ പറ്റും. പിന്നെ ആ സെക്ഷൻസ് ഫുള്ള് പ്ലാവ്, മാവ്, അതുപോലെ മാംഗോസ്റ്റീൻ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഒരു ഫുൾ സെക്ഷനാണ് ഈ കംപ്ലീറ്റ്. അതിൻ്റെ ഇടയിലൊന്നും അവർ പൂക്കളുള്ളതോ ഇലച്ചെടികളൊന്നും വെച്ചിട്ടില്ല. ഇതൊക്കെ മാംഗോസ്റ്റീനാണ്. മാംഗോസ്റ്റീൻ ഒക്കെ ഒരു 8 വർഷം എടുക്കും എന്തായാലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കായ്ക്കാൻ. ഞാനിപ്പോൾ അടുത്ത് ആ ഒരു ഫ്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് കാരണം ഞാനൊരു തൈ ഇപ്പോൾ ഇക്കൊല്ലം വെച്ചു വീട്ടിൽ. അവർ പറഞ്ഞു ഓൾറെഡി 8 years ആവും കായ്ക്കാൻ. പക്ഷേ കായ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള, അത്യാവശ്യം നല്ല മാർക്കറ്റിൽ റേറ്റ് ഉള്ളതാണ് ഈ റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം ഫ്രൂട്ട്സൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ വീടുകളിലേക്ക് വാങ്ങിച്ച് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ടോ, നല്ല രീതിയിൽ അവർ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇപ്പോൾ ഫ്ലവേഴ്സ് കുറച്ച് കുറവാണ്, പക്ഷേ നല്ല രീതിയിൽ അവർ ഈ നഴ്സറിയിലോട്ട് കയറി വരുമ്പോൾ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ആ ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവം എന്ന് പറയുന്നത് ഇവർ വളം, നല്ല വെറൈറ്റി ആയിട്ടുള്ള വളങ്ങൾ, NPK ആയിക്കോട്ടെ അല്ലെങ്കിൽ ചാണകപ്പൊടി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ചട്ടികൾ, അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു സെക്ഷനാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. എത്ര പേർക്ക് വിഷ് ബോൺ ഫ്ലവേഴ്സ് ഇഷ്ടമാണ്? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മളുടെ വീടുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുനുകുനാന്ന് ഒരുപാട് വെറൈറ്റി കളേഴ്സും ഉണ്ട് അല്ലേ. പിങ്ക്, ഡാർക്ക് പിങ്ക്, ബ്ലൂ. വിഷ് ബോൺ ഫ്ലവേഴ്സ് നല്ല ഭംഗിയാണ് കാണാൻ. തൊട്ടിപ്പുറത്ത് നമുക്ക് റബ്ബർ പ്ലാന്റ് ഉണ്ട്. റബ്ബർ പ്ലാന്റിൽ ഒന്ന് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സ് വരുന്നതും പിന്നെ ഡാർക്ക്
പ്ലെയിൻ ബ്രൗൺ കളറിൽ വരുന്ന ഒന്നാണ്. ഇതാണ് കലാഞ്ചോ ഫ്ലവേഴ്സ്. കലാഞ്ചോ ഫ്ലവേഴ്സ് ഒരു സക്യുലൻ പ്ലാന്റ് ആണ്. സക്യുലൻ പ്ലാന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് വെള്ളം വളരെ കുറച്ച് മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. ഇതിലൊരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. പിങ്ക്, യെല്ലോ, ഓറഞ്ച്, നല്ല വാക്സി, അതായത് നല്ല മെഴുക് പോലത്തെ ഇലകളും കൂടിയാണ്. തൊട്ടിപ്പുറത്ത് ഹാങ്ങിങ് വെറൈറ്റീസ് ഒരുപാട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഹാങ്ങിങ് വെറൈറ്റീസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് ഫേൺ വെറൈറ്റീസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഇവിടെ തന്നെ ഫേൺ വെറൈറ്റീസ് ഉണ്ട്, പോത്തോസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഫേണിൽ തന്നെ ഗോൾഡനും ഉണ്ട്, അതേപോലെ നോർമൽ നമ്മളുടെ ഗ്രീനും ഉണ്ട്. എഗ്ലോണിമ ഇല്ലാണ്ട് ഒരു നഴ്സറി കംപ്ലീറ്റ് ആവില്ലല്ലോ. എഗ്ലോണിമ എല്ലാവർക്കും അറിയാം, നല്ലൊരു പ്ലാന്റ് ആണ്. എല്ലാവരും ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. തൊട്ടിപ്പുറത്ത് ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എനിക്കറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. ഫിലോഡെൻഡ്രോണിൻ്റെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ നേരത്തെ പാർട്ട് 1 കണ്ട ഫിലോഡെൻഡ്രോൺ തന്നെയാണ്. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് വെരിഗേറ്റഡ് ജിഞ്ചർ ലില്ലി പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ലീവ്സ് ആണ് കേട്ടോ. അതായത് ഇഞ്ചിയുടെയൊക്കെ ഒരു ഇലല്ലേ, ആ ഒരു റിസംബ്ലൻസ് നല്ലോണ്ട്. അതാണ് വെരിഗേറ്റഡ് ജിഞ്ചർ ലില്ലി പ്ലാന്റ് ആണത്. നല്ലൊരു പ്ലാന്റ് ആണ്. ഇനി ഇതാണ് സെലോസിയ പ്ലൂമോസ. ഇതൊന്നും അധികം നഴ്സറിയിൽ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. ഓക്കെ, നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല പൂടുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ്. ഒരുപാട് കളേഴ്സ്, യെല്ലോ, ഓറഞ്ച്, റെഡ്, പിങ്ക്, അങ്ങനെ ഒരുപാട് കളേഴ്സിൽ വരുന്ന അത്യാവശ്യം ഒരു ഹൈറ്റ് വെച്ച് പൂടുന്ന ആൾക്കാരാണ് സെലോസിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് കടക കോബ്ര എന്നാണ്. എന്താണ് ഇതിൻ്റെ പേര് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. കോബ്ര ഫേൺ എന്നും പറയാറുണ്ട് ഇതിനെ. ഒരു ഫേൺ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഫേണാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ബേർഡ്സ് നെസ്റ്റ് ഫേൺ ഉണ്ട്, അത് ഞാൻ പറയാൻ പോകുന്നുണ്ട് അടുത്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഒരു ഫേൺ, കോബ്ര ഫേൺ എന്ന് പറയുന്നത്. തൊട്ടിപ്പുറത്ത് നമുക്ക് വേറൊരു ഫേൺ വെറൈറ്റി കാണാൻ പറ്റും. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റായി പോകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് എനിക്ക് പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ബേർഡ്സ് നെസ്റ്റ് ഫേൺ ഒരു നല്ലൊരു പ്ലാന്റ് ആണ്. അതായത് ഒരു ബേർഡ്സ് നെസ്റ്റ് ഫേണെങ്കിലും നിങ്ങൾ വെക്കണം വീടുകളിൽ നിന്നാണ് ഞാൻ പറയുക. അത്യാവശ്യം ഒരു റേറ്റുള്ള ചെടിയാണ്, പക്ഷേ എങ്കിൽ കൂടി ചെറിയതൊന്ന് നമ്മൾ വാങ്ങിയിട്ട് വെക്കണം. കാരണം നല്ല ഭംഗിയാണ്, ഒരു പ്രീമിയം റിച്ച് ലുക്ക് കിട്ടുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളുടെ മലബാർ ആഗ്രോ നഴ്സറിയുടെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. NH-ന് തൊട്ട് അരുവിലായിട്ടാണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ കണ്ട അവർ ഗ്രീൻ ഷീറ്റ് മേലെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്തരം ചെടികൾക്കൊക്കെ ഒരു സെമി ഷെയ്ഡിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് തെറിച്ച് നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടേണ്ടതൊക്കെ അവർ പുറത്താണ് വെച്ചിട്ടുള്ളത്. നല്ല വിശാലമായ സ്പേസോടുകൂടി വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉള്ളൊരു ഷോപ്പാണ്, ഒരു നഴ്സറിയാണ്. അപ്പോൾ കോഴിക്കോടൊക്കെ പോകുന്ന ആൾക്കാർ ഈ വഴി പാസ് ചെയ്യുമ്പോൾ എങ്ങനെയും കയറാൻ നോക്കുക. ഞാൻ പാർട്ട് 1 ഇതിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു നഴ്സറിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് കൂടെ പാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു നഴ്സറി വിസിറ്റ് ചെയ്യുക. ഒരുപാട് കളക്ഷൻസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത്. എനിക്കൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു നഴ്സറിയാണ്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ 2 പാർട്സ് ആക്കി ചെയ്തത്. അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക, നല്ല നല്ല ചെടികൾ വാങ്ങിക്കൊണ്ടുപോവുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു നല്ല കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റ.